ഉദിജിയുടെ പാട്ട് എനിക്ക് എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ആ ഒരു ശബ്ദം എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ. അതൊരു വലിയൊരു അൽഹംദുലില്ലാ ഞാനിപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് എവിടെയും ഒരു ടെൻഷനും ഇല്ലാതെ എന്നും കയറി ചെല്ലാൻ പറ്റും. ആ ഒരു 4 ലൈൻസോ ഒരു 2 ലൈൻസോ നമ്മൾ കണ്ണടച്ച് പാടിയാലും ഓഡിയൻസ് മുമ്പിൽ ചെന്ന് കഴിഞ്ഞാലും അത് അവർ സ്വീകരിക്കുക എന്നുള്ളത്, അത് ഒരു വലിയ ഭാഗ്യങ്ങളിലൊന്നായിട്ട് കാണുന്നു. അപ്പോൾ അന്നത്തെ സമയം അന്ന് തൊട്ടിട്ടാണ് ഞാൻ ഉദിജിയുടെ സ്റ്റൈലും അവർ പാടുന്നൊരു സ്റ്റൈലും. എനിക്ക് തോന്നുന്നു നിസാർക്ക് ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ ഓൾറെഡി ആ ഒരു വോയിസ് ആണ് പാട്ട് പാടുമ്പോഴേ. ഒരു പാട്ടുകാരനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറില്ല, അതെ, ഞാൻ എൻ്റെ വോയിസിലാണ് പാടുന്നത്. പക്ഷേ ഓരോ പാട്ടുകാർക്കും അവരുടേതായ ഒരു സ്റ്റൈലുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, അതെ അതെ. നമ്മൾ ഉദിജിയുടെ പാട്ട് പാടുമ്പോൾ ഉദിജിയുടേതായ ഒരു സ്റ്റൈലുണ്ട്, റഫീ സാബിൻ്റെ പാടുമ്പോൾ റഫീ സാബിൻ്റെ ഒരു സ്റ്റൈലുണ്ട്, കിഷോർ കുമാർ ജിയുടെ പാടുമ്പോൾ അത് അങ്ങനെ ഒരു സ്റ്റൈല്, അപ്പോൾ സോനു നിഗമത്തിൻ്റെ വേറെ സ്റ്റൈല്, വിശാൽ മിശ്രയുടെ വേറെ സ്റ്റൈല്, ജുബിൻ്റെ വേറെ സ്റ്റൈല്, അപ്പോൾ അങ്ങനെ ആതിഫ് അസ്ലമിൻ്റെ വേറെ സ്റ്റൈല്, അങ്ങനെ ആ സ്റ്റൈല് ഞാനെപ്പോഴും അവരുടെ സ്റ്റൈല് ഞാൻ പാടാം. ആ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മളിപ്പോൾ ഉദിത് നാരായണജിയുടെ പാട്ട് പാടുമ്പോൾ നമുക്ക് അജ്നബി तो भी कभी आवाज दे कहीं से